ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ നല്ല കാറ്റല്ലേ. കാറ്റിൻ്റെ ഒച്ച കേട്ടിട്ടാണ് ഞാൻ എണീറ്റത് തന്നെ. ഒരു 7 മണിയായി എണീക്കുന്നുണ്ടായിരുന്നു. എന്തൊരു കാറ്റല്ലേ. പിന്നെ ഞായറാഴ്ചയായത് കാരണം ആർക്കും പോകണ്ടല്ലോ അല്ലേ. എല്ലാവരും നല്ല ഉറക്കതാ. സുമേശനുണ്ട്, പാറുണ്ട്, കയ്യിലുണ്ട്. ഞാൻ എണീച്ചിങ്ങ് പോന്നു. എന്നെ കണ്ടപ്പോൾ ഇവൻ എണീച്ചങ്ങ് നോക്കുക ഇതേടിയാണ് പോകുന്നു. പിന്നെ രാവിലത്തെ തിരക്കിൽ പെട്ടെന്ന് പണി കഴിക്കേണ്ട പരിപാടിയാണ്. അടിച്ചു വാരലും തുടക്കലും എല്ലാം രാവിലെ തന്നെ കഴിച്ചേക്കാൻ വിചാരിച്ച്. പാറക്കുട്ടി എണീക്കുന്നതിനെ കേട്ടുമുട്ടി ഇതെല്ലാം കഴിഞ്ഞാലേ ശരിയാവും. ഇല്ലെങ്കിൽ ഒന്നിനും സമ്മതിക്കില്ല. അവൾ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പണി നടത്താൻ വിടില്ല അവൾ. അതുകൊണ്ട് സ്വതവേ ഞാൻ അവൾ അംഗൻവാടി പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നിൽക്കല്ലോ. ഇല്ലെങ്കിൽ അവൾ എന്നെ അതേ ഇടങ്ങാറാക്കലായിരിക്കും. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവളെ എടുത്തുകൊണ്ട് ചെയ്യണം. ഒരു ഉച്ചന് ചില സമയം പോയി കളിച്ചോളൂ. ഇല്ലെങ്കിൽ തന്നെ പരിപാടി അയാളെ നടന്ന് അമ്മ എടുക്കുക ഇത് തന്നെ പരിപാടിയാണ്. ഒന്നും അങ്ങനെ എന്താ പറയുക എടുത്ത് വെച്ച് കളിക്കുന്ന പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ക്ലീനിങ് എല്ലാം നടത്തി. കാറ്റ് കാരണം മേലെ നിന്ന് ഒത്തിരി ചപ്പെല്ലാം വീണിട്ടുണ്ടായിരുന്നു. മേലെയുള്ള ചെടികളിൽ നിന്നുള്ള ചെറിയ ചെറിയ ഉണക്ക ചപ്പുകളെല്ലാം വീണപ്പോൾ ചായേൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട്. ചായയല്ല, കാപ്പി. നമ്മൾ ചായ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. പിന്നെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചെറിയ മട്ടത്തിലാക്കാമെന്ന് കരുതി. പെട്ടെന്ന് കഴിയുന്ന പരിപാടി. കറിയൊന്നും ഇല്ലാണ്ട് നമ്മളെ മധുരത്തിലുള്ള ദോശയില്ലേ, ഏലാഞ്ചി ദോശ. മുട്ടയും മൈദയും കലക്കി പിടിച്ചിട്ട് അതിൽ തേങ്ങയിൽ പഞ്ചസാരയും ഏലക്കായ് പൊടിയെല്ലാം ഇട്ടിട്ട് വെക്കുന്ന ഏലാഞ്ചി ദോശ. ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള ദോശ. അതിൻ്റെ ഇടയിൽ ഒച്ചത്തിൽ നല്ല കാറ്റ് വീശിയപ്പോൾ ഞാൻ ഓടി വന്നെടുക്കുക. തൈരോ നല്ല ഒന്നാം തരം കാറ്റല്ലേ വീശുന്നു. ഇതാണ് ദോശ. സാധാരണ നമ്മളെ ദോശ തന്നെ, പക്ഷെ അതിൻ്റെ മുട്ട പൊട്ടിച്ച് ഒഴിച്ചപ്പോൾ നല്ല സ്മൂത്തായി കിട്ടും. അതിൻ്റെ നടുവിൽ തേങ്ങയിൽ ലേശം പഞ്ചസാരയും ഏലക്കായും തേങ്ങയും ഒക്കെ ചേർന്നിട്ട് നടുവിൽ നിറച്ച് ഇത് കഴിഞ്ഞു. ഇത്രയേ എളുപ്പമാണ് പണി. ഇതാകുമ്പോൾ കറി വേണ്ട. ഇതും ഒരു ചെറിയൊരു